നമസ്കാരം. CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിനെതിരെ CPM പ്രവർത്തകരുടെ പ്രതിഷേധം കടുക്കുന്നു. പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വീടിന് മുന്നിൽ വൻ സംഘർഷം. CPM പ്രവർത്തകർ കൂട്ടത്തോടെ പിണറായിയുടെ വീട്ടിലേക്ക് തള്ളിക്കയറുവാൻ ശ്രമിച്ചു. തടയുവാൻ ശ്രമിച്ച പോലീസിന്റെ ഹെൽമറ്റ് പ്രവർത്തകർ ഊരി കേന്ദ്ര സേനയ്ക്ക് നേരെ എറിഞ്ഞു. വീടിനുള്ളിലേക്ക് കുപ്പികളും കല്ലുമെറിഞ്ഞു. സുരക്ഷ ഭേദിക്കുവാനുള്ള പ്രതിഷേധക്കാരുടെ ശ്രമം സംഘർഷത്തിനിടയാക്കി. പിന്നീട് മുതിർന്ന നേതാക്കളായ വി ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെത്തിയാണ് അനുനയിപ്പിച്ചത്. CMRL മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെയും മരുമകൻ മുഹമ്മദ് റിയാസിന്റെ വീടുകൾ അടക്കം 12 ഇടത്താണ് ED റെയ്ഡ് നടക്കുന്നത്. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ സ്വന്തം വീട്ടിലും രാവിലെ മുതൽ പരിശോധന തുടരുകയാണ്. പിണറായി വിജയനും മകൾ വീണയും തിരുവനന്തപുരത്തെ വീട്ടിലാണുള്ളത്. ED സംഘം വീണയുടെ മൊഴിയെടുത്തു. പിണറായിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്, CMRL MD കരിമണൽ കർത്തടി ആലുവയിലെ വീട്, CMRL ഓഫീസ്, പിണറായിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിയുടെ ബംഗളൂരു ഓഫീസ്, കർത്തയുടെ കുടുംബാംഗങ്ങൾ, ഡയറക്ടർമാരായ മറ്റു 2 കമ്പനികളുടെ ഓഫീസ് എന്നിവിടങ്ങളിലെല്ലാം പരിശോധന തുടരുകയാണ്. ഇതിനിടെ EDയെ കോൺഗ്രസിനും വിശ്വാസമില്ലെന്ന് പ്രതികരിച്ച് മന്ത്രി K മുരളീധരൻ രംഗത്ത് വന്നു. ED ഇനി സെക്രട്ടേറിയറ്റിലും കയറിയേക്കും. വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ED എന്നും K മുരളീധരൻ പറഞ്ഞു. ED റെയ്ഡിൽ പേരിൽ CPM നടത്തുന്ന പ്രതിഷേധം പിണറായിയോടുള്ള സ്നേഹം കൊണ്ടല്ലെന്നും പൊതുമുതൽ നശിപ്പിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും K മുരളീധരൻ ആരോപിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായ സംഭവത്തിലും അദ്ദേഹം പ്രതികരിച്ചു. ക്ഷേത്ര മുതലുകളിൽ കൈയിട്ട് വാർന്നവരെല്ലാം കള്ളന്മാരാണ്. അത് ശബരിമലയിലായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായാലും അങ്ങനെ തന്നെ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാത്ത സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ്. ഇക്കാര്യം ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച ചെയ്തു. ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചതായി ആഭ്യന്തരമന്ത്രി തന്നെ അറിയിച്ചിട്ടുമുണ്ട്. അതിനുശേഷം ശക്തമായ നടപടിയുണ്ടാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലും നിയമോപദേശം തേടി തുടർ നടപടികൾ ഉണ്ടാകുമെന്നും K മുരളീധരൻ പറഞ്ഞു. CMRLന്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ പരിധിയിലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലെ അന്വേഷണം മാത്രമല്ല, CMRLുമായി മറ്റു രാഷ്ട്രീയ നേതാക്കളും പ്രമുഖരും നടത്തിയ ഇടപാടുകളും അന്വേഷണ പരിധിയിലുണ്ടെന്നാണ് ED വ്യക്തമാക്കുന്നത്. CMRLന്റെ ഡയറിയിലുള്ള പേരുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കും. PV പിണറായി വിജയൻ, OC ഉമ്മൻചാണ്ടി, RC രമേശ് ചെന്നിത്തല, KK കുഞ്ഞാലിക്കുട്ടി, AK ഇബ്രാഹിം കുഞ്ഞ് എന്നിവരുടെ പേരുകളായിരുന്നു CMRL ഡയറിയിൽ ഉണ്ടായിരുന്നത്. CMRL CFO KC സുരേഷ് കുമാറിന്റെ വസതിയിൽ ആദായ വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ഡയറികളിലായിരുന്നു UDF നേതാക്കളുടെ പേരുള്ളത്.